Hello CECians, welcome to the first episode of CEC5 Season 4. This is RJ Ashwin. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നല്ല ബ്രൈറ്റ് സ്കൈ ആണ്, അതിൻ്റെ കൂടെ നല്ല ചൂടും. അതേ ചൂടിൽ തന്നെ ഇരിക്കുകയാണ് ഉത്സവം. എവിടെ നോക്കിയാലും പ്രാക്ടീസസും ഹൗസ് വൈസ് ഡിസ്കഷൻസും എല്ലാം. അങ്ങനെ എത്നിക് ഡേയും ലോഗോ ലോഞ്ചും എല്ലാം കഴിഞ്ഞു. എല്ലാവരും അതിന് ക്ഷീണത്തിലാണെന്നറിയാം. എല്ലാ ഹൗസിൻ്റെ പെർഫോമൻസും എല്ലാം നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഇനിയും CEC വെയിറ്റിംഗ് ഫോർ ആർട്സ് ഡേ. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബിക്കോസ് ഞാൻ CEC വന്നതിൻ്റെ ഫസ്റ്റ് ആർട്സ് ഡേ ആണ് നടക്കാൻ പോകുന്നത്. ആർട്സ് ഡേ പറ്റി കൂടുതൽ പറയാനും കുറേ പഴയ വിശേഷങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാനും ഒരു എക്സ് ആർട്സ് സെക്രട്ടറി തന്നെ വന്നാൽ എങ്ങനെ ഇരിക്കും? ആളെ പറ്റി പറയാനാണെങ്കിൽ ആൾ അടിപൊളിയാണ്. 2018 പാസ് ഔട്ട് ആണ്. 2017 ആർട്സ് സെക്രട്ടറി കൂടെയാണ്. സോ ലെറ്റ്സ് വെൽക്കം അനന്തു സുനിൽകുമാർ. ഹലോ സാമ്പു ചേട്ടാ. ഹായ്. ചേട്ടനൊരു 2018 പാസ് ഔട്ട് അല്ലേ? അതെ. ഇത്രയും വർഷത്തിന് ശേഷം ഡിഡ് യു എവർ എക്സ്പെക്ട് എ കോൾ ഫ്രം CEC? കോള് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. പിന്നെ നീ രാവിലെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഈ കോൾ എക്സ്പെക്ട് ചെയ്തു. ഓ, അപ്പോ ചേട്ടൻ 2017 ആർട്സ് സെക്രട്ടറി ആയിരുന്നു. അപ്പോ നമ്മൾ ആ ഒരു ടോപ്പിക്കിലായിട്ട് പോകുന്നതിന് മുമ്പ് ചേട്ടന്റെ ഫസ്റ്റ് ഇയർ എക്സ്പീരിയൻസ് ഒന്ന്, നമ്മുടെ CECയുടെ ഫസ്റ്റ് ഇയർ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? CECയുടെ ഫസ്റ്റ് ഇയർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് അലോട്ട്മെന്റിനാണ് കോളേജിലേക്ക് വരുന്നത് അഡ്മിഷൻ എടുക്കാൻ. സോ അഡ്മിഷൻ എടുക്കാൻ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സ്വപ്നം ഉണ്ടല്ലോ. ഈ കോളേജ് ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഡ്രീമിന് മൊത്തം ഭയങ്കര വലിയ ഗ്രൗണ്ട്, വലിയ കോളേജുകള്, പിന്നെന്താ പറയുക, ഈ മറ്റേ അമ്പരച്ചുണ്ടുകളായ കെട്ടിടങ്ങൾ എന്നൊക്കെ പറയത്തില്ലേ, റൈറ്റ്, അങ്ങനെ കുറെ ബിൽഡിങ്സ്, ഈ ഒക്കെ ഡ്രീം വെച്ചിട്ടാണ് കോളേജിലോട്ട് വരുന്നത്. അതിന് മുമ്പ് 2-3 കോളേജ് ഞാൻ കണ്ട്, ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജ് കണ്ടിട്ടില്ല. പക്ഷെ വന്ന് കേറി കോളേജിലോട്ട് കേറിയപ്പം ഓരോന്നായിട്ട് വിചാരിച്ചു ഈ സാധനം ഇങ്ങനൊന്നും അല്ലെന്ന് മനസ്സിലായി. കോളേജ് എൻറ്റയർലി ഡിഫറെന്റ് ആയി. അതെന്താ, ഞാൻ വിചാരിച്ച ഗ്രൗണ്ട് ഇല്ല, ഒരു ചെറിയ ഗ്രൗണ്ട്. കോളേജ് ആണെങ്കിലും ഒരു സ്പ്രെഡ് ആയിട്ട് കിടക്കുന്ന കോളേജ് അല്ല, ഒരു ചെറിയ കോളേജ്. ഓക്കെ, ആ കേസുകൾ ഏകദേശം തീരുമാനമായെന്ന് മനസ്സിലായി. പിന്നെ എന്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജ് വരിക, ഒന്ന് ചെത്തി നടക്കുക, അടിച്ചുപൊളിച്ച് നടക്കുക എന്നൊക്കെ പ്ലാനൊക്കെ ഉണ്ട്. അപ്പൊ നോക്കിയപ്പം ബൈക്സും കാര്യങ്ങളും ഒന്നും കോളേജിനകത്ത് കയറ്റാൻ പറ്റത്തില്ല, പുറത്തേ വെക്കാൻ പറ്റത്തില്ല. അപ്പൊ ആ പ്രതീക്ഷയും തീർന്നു. പിന്നെ നമ്മൾ നോക്കുന്നത് അപ്പം MH ലൈഫ്, ഒരു കോളേജ് ലൈഫ് ഉണ്ടല്ലോ, ഒരു ഹോസ്റ്റൽ ലൈഫ്. ഹോസ്റ്റൽ ലൈഫ് കിട്ടും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഹോസ്റ്റൽ ലൈഫ് കിട്ടുമെന്ന് പറഞ്ഞപ്പോ അന്വേഷിച്ചപ്പോ മനസ്സിലായി കോളേജ് ഹോസ്റ്റൽ ഫസ്റ്റ് ഇയേഴ്സിന് കിട്ടത്തില്ല. അത് ഞാൻ പുറത്തെടുക്കണമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ പ്രകാശ് ചേട്ടനുണ്ടെന്ന്. അപ്പം പ്രകാശ് ചേട്ടനാണ് റൂം കാണിക്കാൻ വേണ്ടി എന്നെ B4 കൊണ്ടുപോകുന്നത്. MH ഇല്ലാത്തപ്പം B4 എന്ന് പറഞ്ഞ ഹോസ്റ്റലുണ്ട് വന്നിട്ട്. B4 എനിക്ക് തോന്നുന്നു സെയിം ലൈക്ക് MH കണക്ക് തന്നെയാണ്. അതായത് ഞങ്ങളുടെ ഫസ്റ്റ് ഇയറിലാണ് വരുന്ന മിക്ക ഹോസ്റ്റലേഴ്സും B4 ഫസ്റ്റ് റൂം എടുത്തിരുന്നത്. പക്ഷെ ഞാനന്ന് അവിടെ പോയി, എല്ലാം പല പല ബാച്ചുള്ള ആൾക്കാരാണ്. ഞാനന്ന് അവിടെ പോയി, പക്ഷെ ഞാൻ റൂം എടുത്തില്ല അവിടെ. ഞാനത് മാറി വേറൊരു PG എടുത്തത്. പക്ഷെ അത് എന്റെ ലൈഫിലൊരു നഷ്ടമാണ്. കാര്യം അവിടത്തെ ഒരു എക്സ്പീരിയൻസ് ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. കാര്യം പിന്നെ എന്ത് പരിപാടി വരുമ്പോഴും എല്ലാ കാര്യത്തിനും എല്ലാവരും ചെല്ലുന്നതും എല്ലാ ക്ലാസ്സുകാരും ഉള്ള ഒരു സ്ഥലമാണ് B4. അതായി. പിന്നെ നമ്മുടെ പ്രതീക്ഷ കോളേജ് ക്യാൻറ്റീൻ അങ്ങനെയൊക്കെ പോകാന്നൊക്കെ പ്രതീക്ഷയൊക്കെ ഉണ്ടല്ലോ. പിറ്റേ ദിവസം കോളേജിൽ ചെന്നപ്പോൾ ആദ്യം ഷൂ ഇടിക്കൽ നിർത്തലാക്കി സീനിയേഴ്സിന്. പിന്നെ നമ്മുടെ ഇൻഷർട്ട് ചെയ്യുന്ന പരിപാടി അതും നിർത്തലാക്കി. പിന്നെ ഭക്ഷണം കഴിക്കാൻ കോളേജ് ഹോസ്റ്റലിൽ ചെല്ലുന്ന അവിടെയും വിലക്കായി. നമ്മുടെ ക്യാൻറ്റീൻ അന്ന് ഇന്നത്തെ നമുക്ക് ഫുൾ ടൈം വർക്കിംഗ് ഇല്ല, നൈറ്റ് എങ്ങനെ വർക്കിംഗ് ഉള്ളൂന്ന് എനിക്ക് തോന്നുന്നു. അപ്പം രാത്രി ക്യാൻറ്റീനിൽ കയറാൻ പാടില്ല, ഫസ്റ്റ് നിയമം. സെക്കൻഡ് നിയമം, അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളെ പോവാന്ന് വെച്ച്, നിങ്ങളെ ഫുഡ് കിട്ടുമല്ലോ, നിങ്ങളെ 4th ഇയേഴ്സിന്റെ വിലക്ക്, അവിടെയും കയറാൻ പാടില്ല. പിന്നെ അവിടുന്ന് ചെന്ന് വിടുന്നത് എവിടാ, നമുക്ക് ഊണൗസ് സോമൻസ് എന്നും പറഞ്ഞ 2 കടയുണ്ട്. അപ്പൊ രാത്രി അവിടെ ചെല്ലും, അവിടുന്ന് ഭക്ഷണം കഴിക്കും, എന്നിട്ട് ഇറങ്ങുന്ന ഒരു ഇടവഴിയാ ചെറിയ. അപ്പൊ ആ ഇടവഴി വെച്ചിട്ട് സീനിയേഴ്സ് നമ്മളെ പിടിക്കും. സീനിയേഴ്സ് പിടിച്ചിട്ട് പിന്നെ CC സല്യൂട്ട്, കുറെ കാര്യങ്ങള്, റാഗിങ്, അതെ റാഗിങ് കാര്യങ്ങളും എല്ലാ സ്റ്റെപ്സുകളും നടക്കും. പിന്നെ അതങ്ങനെ പോകും. അങ്ങനെയായിരുന്നു. പിന്നെ ഫസ്റ്റ് ഇയർ സെമ്മ് വരാൻ പറയത്തക്ക വിധം പ്രത്യേകിച്ച് നല്ല കാര്യങ്ങളൊന്നും ഇങ്ങനെയൊക്കെ പോയി. റാഗിങ് പിടിക്കാൻ ആദ്യമൊക്കെ നമുക്ക് ദേഷ്യമായിരുന്നെങ്കിലും പിന്നീട് മനസ്സിലായി അത് ആ റാഗിങ് കൂടാണ് ഓരോ ബന്ധങ്ങളും ഉണ്ടാകുന്നതെന്ന് മനസ്സിലായി. പിന്നെ ഫസ്റ്റ് ഇയർ ഈ പറഞ്ഞ S1 ചാമ്പ്യോൺ എന്ന് പറഞ്ഞൊരു ഇവന്റ് നടന്നായിരുന്നു. അതിനിടയ്ക്ക് കുറച്ച് രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ട്. ചാമ്പ്യോൺ നടക്കുമ്പോൾ അന്ന് നമുക്ക് ഈ കുറ്റി വിൽപ്പന പരിപാടിയുണ്ട്. കുറ്റി വിൽപ്പന, അതായത് 10 രൂപ കൂപ്പൺ. ചാമ്പ്യോൺ ഫണ്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കൂപ്പൺ എടുത്ത് ഇങ്ങനെ കൊണ്ട് വിൽക്കും. അപ്പൊ നമുക്ക് സീനിയേഴ്സ് കൊണ്ട് തരും, നമ്മളിത് ക്ലാസ്സിലെ പിള്ളേർക്ക് തന്നെ കൊടുക്കും.
ഓക്കെ. പക്ഷെ ആ കുറ്റി നല്ല രസമായിരുന്നു. ആ കുറ്റിയിൽ നിന്ന് പല കുറ്റിക്കഥകളും വരും. പല സ്നേഹബന്ധങ്ങളും പുറപ്പെട്ടുള്ളതാണ് ആ കുറ്റി. മെയിൻലി സെക്കൻഡ് ഇയേഴ്സ് യൂസ്ഫുൾ. അപ്പം അങ്ങനെ വന്ന് ഫസ്റ്റ് S1 അങ്ങനെ കടന്നുപോയി. പക്ഷെ ഈ നമ്മുടെ S2 വന്നില്ലേ, S2 വന്നപ്പോ നമ്മൾ ഈ സിനിമക്കകത്തൊക്കെ പറയുന്ന കണക്കല്ലേ, കണ്ടതെല്ലാം പോയി കാണാൻ പോണത് നെജോന്ന് പറയുന്നില്ലേ, ആ ഒരു മോഡിലോട്ടായി കാര്യങ്ങൾ. കാര്യം പെട്ടെന്ന് നമ്മുടെ സ്പോർട്സ് ഫെസ്റ്റിംഗ് വന്ന്, ആർട്സ് ഫെസ്റ്റിംഗ് വന്ന്. നമ്മുടെ ഡ്രീമിലുള്ള സ്പോർട്സും ആർട്സും അല്ല. സ്പോർട്സ് എന്ന് പറഞ്ഞൊരു 1 മന്താ, ആർട്സ് എന്ന് പറഞ്ഞാൽ 1 മന്താ കോളിങ്. അത് ചെയ്തേക്കുന്ന സ്ട്രക്ചർ തന്നെ എന്ത് രസകരമാണ്. അപ്പൊ നമ്മുടെ തേർഡ് ഇയേഴ്സും ഫസ്റ്റ് ഇയേഴ്സും തന്നെ ഒരുപാട് അങ്ങ് അടുക്കും. ഭയങ്കര സപ്പോർട്ടീവായിട്ട് മാറി കോളേജ് നമുക്ക്. ഇപ്പൊ ഒരു ചെറിയ ടാലന്റ് സ്പോർട്സ് ആണെങ്കിലും ആർട്സ് ആണെങ്കിലും ചെറിയ ടാലന്റ് ഉണ്ടെങ്കിൽ പോലും സീനിയേഴ്സ് നമ്മളെ മാക്സിമം പുള്ളി നമ്മളെ സ്റ്റേജിൽ കയറാനാണെങ്കിലും അത്ലറ്റിക്സിനാണെങ്കിലും എല്ലാം നല്ല സപ്പോർട്ടായി. നമ്മൾ അവരുടെ കൂടെ നിൽക്കുന്ന, അതെ, നമ്മൾ അവരുടെ കൂടെ നിൽക്കുന്ന ഒരു ഫീല് നമുക്കായി. എല്ലാം നമ്മൾ വിചാരിച്ച രീതികളല്ല കോളേജ് ലൈഫ് അല്ല, വേറൊരു രീതി. അതായത് ഇപ്പം ആർട്സ് ഒക്കെ ആണെങ്കിലും വരുമ്പോ ഹൗസിന്റെ പേരൊക്കെ കേൾക്കണം. ഞങ്ങൾ വന്നപ്പം ഫസ്റ്റ് ഇയറിൽ കുരിശിങ്കല്, അങ്ങനെ നമ്മുടെ ഓരോരോ പഴയ സിനിമകളിലെ കണിമംഗലം, ഈ BGM ഒക്കെ ഇട്ട് നല്ല രസമായിരുന്നു. അത് കണക്ക് തന്നെ ഞങ്ങളുടെ ബാച്ചിന്റെ കേസ് എടുക്കാനാണെങ്കിലും ഈ ക്ലാസ്സുകൾ തമ്മിലെക്കാട്ടി ബന്ധങ്ങൾ കൂടുതൽ ഇന്റർ ക്ലാസ് കണക്ഷൻസ് ഭയങ്കരമായിട്ട് ബിൽഡപ്പായി. കാര്യം ചെങ്ങന്നൂർ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ തിയേറ്റർ ഉണ്ട്, ഞങ്ങൾ വരുമ്പോൾ ഒരു തിയേറ്റർ പോലും ഇല്ല. സിനിമ കാണാൻ അങ്ങ് ചങ്ങനാശ്ശേരി പോകണം, വേറെ എന്റർടൈൻമെന്റ് ഇല്ല. അപ്പൊ ഞങ്ങൾക്കുള്ളത് ഇവിടെയുള്ള ഞങ്ങളുടെ ലോകം തന്നെ, അത് ഞങ്ങളുടെ ഹോസ്റ്റലുകളും ഞങ്ങളുടെ കോളേജും ഇതൊക്കെ തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും തമ്മിൽ നല്ല കണക്ഷൻ വന്നു. ആ ചെറിയ കോളേജിന്റെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയത് അവിടെയാണ്. നല്ല രീതിയിലുള്ള കണക്ഷൻസ് നമുക്കവിടെ വർക്ക്ഔട്ടായി, എല്ലാവരും ഹാപ്പിയായി ഫസ്റ്റ് ഇയർ തീർന്നു. അപ്പോ ചേട്ടൻ ഒരു 2017 നമ്മുടെ ആർട്ട് സെക്രട്ടറി ആയിരുന്നു. ചേട്ടൻ ആ ഒരു സമയത്തുള്ള ആർട്ട് സെക്രട്ടറി ആയിരുന്നപ്പോൾ ഉള്ള ഒരു കുറച്ച് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? നിനക്ക് 2017 ആർട്സ് നടന്നിട്ടില്ലെന്ന് അറിയാവോ? അറിയാം. 2017 ആർട്സ് നടന്നിട്ടില്ല, അതൊരു മുടങ്ങിപ്പോയ കൊറോണ ഒക്കെ എങ്ങനെ മുടങ്ങിയത്? കോവിഡ് അല്ലേ? കൊറോണ അങ്ങനത്തെ അല്ലേ? അല്ല തല്ലുമാലയില്ലേ, അങ്ങനെയാണ് മുടങ്ങിയത്. തല്ലോടുതല്ലായിരുന്നു, അങ്ങനെ മുടങ്ങിയ ഒരു ആർട്സ് ആണ്. അതായത് ഞങ്ങള് ഫസ്റ്റ് വരുമ്പോഴുള്ള ആർട്സ് ആണ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആർട്സ്. കാര്യം അതിനു മുമ്പ് അതിനെക്കാട്ടി നല്ല ആർട്സ് ഫെസ്റ്റിവൽ നടന്നിട്ടുണ്ടാവും. പക്ഷെ എന്റെ മെമ്മറീസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം വന്ന ആർട്സ് ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ ഞങ്ങളുടെ തേർഡ് ഇയേഴ്സ് ഉള്ള ആർട്സ് ആയിരുന്നു. അപ്പം ആ ആർട്സ് ആണ് എന്റെ മനസ്സിൽ ഞാൻ റോൾ മോഡലായിട്ട് വെച്ചത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവന്റ്സ്, ഓഫ് സ്റ്റേജ് ഇവന്റ്സ് ഒക്കെ നടക്കുന്ന വാലന്റൈൻസ് ഡേ ഇടയ്ക്കൊക്കെയാണ്. ഓഫ് സ്റ്റേജ് ഇവന്റ്സ് തന്നെ ഫുള്ള് കളറായിരുന്നു. അന്ന് ഇമാദിക്കായിരുന്നു ആർട്ട് സെക്രട്ടറി. അപ്പം നല്ല കളറായിരുന്നു. ഇവർക്ക് ബാച്ചിന് നല്ല യൂണിറ്റുള്ള ബാച്ചായിരുന്നു, നല്ല കളറായിരുന്നു. ഫസ്റ്റ് ഇവന്റ്സ് വന്നു, 3 ദിവസം ഗസ്റ്റ്. ഫസ്റ്റ് ദിവസം നമ്മുടെ നീരജ് മാധവ് ഗസ്റ്റ് ആയിട്ട് വന്നു. സെക്കൻഡ് ദിവസം നമ്മുടെ ഭഗത് മാനുവൽ അവൻ ഗസ്റ്റ് ആയിട്ട് വന്നു. തേർഡ് കോളേജിലേക്ക് അജു വർഗീസ് ആയിരുന്നു പ്ലാനിങ്. പക്ഷെ നടന്നില്ല. അന്ന് ഒരു മരിപ്പൊരു ഇഷ്യൂ ഉണ്ടായിട്ട് കോളേജിൽ ഷിഫ്റ്റ് ചെയ്തിട്ട് GP ആണ്, ഗോവിന്ദ് രത്ന സൂര്യ, പുള്ളിയാണ് ഗസ്റ്റ് ആയിട്ട് വരുന്നത്. പക്ഷെ അന്നേരം ആർട്ട് ഫെസ്റ്റിവൽ ഫുൾ കളറായിരുന്നു. നല്ല സീനിയേഴ്സ് ഫുൾ പാർട്ടിസിപ്പേഷൻ. നമ്മൾ ഈ സീനിയേഴ്സിന്റെ ഒക്കെ ഇവരുടെയൊക്കെ ഫാനായി പോകുന്ന സമയമില്ലേ, ആ സമയമായിരുന്നു. അപ്പൊ ആ ഒരു എക്സ്പെക്ടേഷനിലാണ് ഞാൻ. അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലെ ആർട്സ് വന്നപ്പോൾ കുര്യൻ ആർട്ട് സെക്രട്ടറി ആയി. ഞാൻ കുര്യന്റെ കൂടെ എല്ലാ കാര്യങ്ങളും പഠിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് വെച്ചിട്ട് എല്ലാം പഠിച്ചിട്ട് ആർട്സ് നല്ലപോലെ നടത്താൻ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയത്. അങ്ങനെ പോയി. ഫസ്റ്റ് നമ്മള് സ്പോർട്സ് എല്ലാം കഴിഞ്ഞു. അത് ആർട്സ് ഇവന്റ് എല്ലാം നമ്മൾ ഹൗസ് ഒക്കെ ഇട്ടു. കോളിങ് കഴിഞ്ഞു. സ്റ്റുഡൻസിനെയൊക്കെ ഓരോ ഹൗസിലൊക്കെ എടുത്തു. പേരിട്ടു. ചോട്ടാ മുംബൈ, തെങ്കാശിപ്പട്ടണം, അങ്ങനെ പേരിട്ടു. അപ്പൊ അങ്ങനെ ഫസ്റ്റ് ആർട്സിന്റെ ലോഞ്ചിങ് സെറമണി ഉണ്ട് ആർട്സിന്. അപ്പൊ അതൊരു 1 വീക്ക് മുന്നെയാണ് നമ്മുടെ സെൻട്രൽ കോർട്ട് വെച്ചാണ് ലോഞ്ചിങ് സെറമണി നടത്തുന്നത്. അപ്പം നമ്മളന്ന് ആദ്യമായിട്ട് സൗണ്ട് സിസ്റ്റം ഒക്കെ പുറത്തുനിന്ന് കൊണ്ടുവന്നു. നല്ല ശരിയാക്കണം എന്നുള്ള പ്ലാൻ ഇരിക്കുകയല്ലേ. അപ്പം സൗണ്ട് സിസ്റ്റം ഒക്കെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഓരോ ഹൗസും അവരുടെ സിനിമ ടീം ആയത് കാരണം സിനിമ ഡയലോഗ് വെച്ചാണ് തുടങ്ങുന്നത്. അപ്പം ഫസ്റ്റ് ഓരോ സംസാര ഹൗസിന് കഴിഞ്ഞപ്പോൾ തെങ്കാശി പട്ടണത്തിനകത്ത് ഒരു ഡയലോഗ് ഉണ്ട്. എടാ ഉത്സവം മുടക്കാൻ വന്ന തെണ്ടികളെന്നെങ്ങാണ്ടും പറഞ്ഞ ഡയലോഗ് ഉണ്ട്. ഇത് നമ്മുടെ ക്ലാസ്സിലെ ബാച്ചിലുള്ളവന്മാർ തന്നെ ഇത് മേളിലോട്ട് നോക്കി സീനിയേഴ്സ് നോക്കി പറഞ്ഞു. അപ്പൊ അതെങ്ങനെ ശരിയാവും? അപ്പം അവർക്കും ഇഷ്ടപ്പെട്ടില്ല. ശരിയല്ല, നമുക്കും നമ്മുടെ വൈദ്യുതി ചെയ്തു, അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഫസ്റ്റ് ലോഞ്ച് കഴിഞ്ഞപ്പോ തന്നെ ഫസ്റ്റ് തല്ലിനുള്ള മോഡുകൾ പൊട്ടി. തേർഡ് ഇയേഴ്സും ഫോർത്ത് ഇയേഴ്സും തന്നെ. അപ്പൊ അത് മധു സാർ എന്നെ വിളിച്ചു. മധു സാറാണ് ആർട്സ് സെനറ്റ് അഡ്വൈസർ, പ്രകാശ് സാറാണ് ആർട്സിന്റെ ചാർജ്. അപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞു ഇത് ശരിയാകത്തില്ല, ഇങ്ങനെയാണെങ്കിൽ പരിപാടി നടക്കത്തില്ല എന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞു. നമ്മൾ സാറേ കുഴപ്പമൊന്നുമില്ല, പരിപാടി നമ്മൾ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സന്ധ്യയൊക്കെ ഒപ്പിട്ട് ഓക്കെ ആയി. അത് കഴിഞ്ഞ് ഇനി ഓഫ് സ്റ്റേജ് ഇവന്റ്സ് നടക്കണം.
ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ആർട്സിന്റെ ആക്ട്രോസ് ഈസി എന്ന് പറഞ്ഞ ഇവന്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്യാരക്ടറിനെ അഭിനയിച്ച് കാണിക്കുന്ന ഇവന്റാ. അപ്പൊ ആക്ട്രോസ് ഈസിക്ക് ഞങ്ങളുടെ ബാച്ചിൽ നിന്ന് ഒരു കുട്ടി കയറി ചെയ്യുന്നതിനിടക്ക് സീനിയറിൽ ഒരാൾ കൂടെ സ്റ്റേജിൽ കയറി. അത് നോർമലി വരുന്ന ഒരു ഓളത്തിനിടക്ക് കയറി പറ്റും. പക്ഷെ ഇഷ്യൂസിറ്റി ആവശ്യമില്ലാത്ത ഇഷ്യൂസ് നടന്നവിടെ. അത് പിന്നെ ഒരു തല്ലിലേക്ക് ആയി. സെക്കൻഡ് തല്ല് പിന്നെയും പൊട്ടി. രണ്ടാമത്തെ തല്ലായിരുന്നു. ഈ സെക്കൻഡ് തല്ലിൽ നമ്മൾ പോയി പിന്നെ സാറിന്റെ ഒരു എക്സ്ക്യൂസ് പറഞ്ഞു. പക്ഷെ ആ ഒരു ഇൻസിഡന്റ് കാരണം പലർക്കും പല രീതിയിൽ അഫക്ട് ചെയ്തിട്ടുണ്ട്. ആ ഇൻസിഡന്റ് നല്ല രീതിയിൽ ഫ്യൂച്ചറിൽ അഫക്ട് ചെയ്തിട്ടുള്ള ഇൻസിഡന്റ് ആണ്. അപ്പം അത് കഴിഞ്ഞ് അപ്പൊ അത് നമ്മൾ ഒതുക്കി വിട്ടു കാര്യങ്ങൾ. ഇപ്പൊ ഇത് പ്രശ്നമാകുന്നപ്പോ പിറ്റേ ദിവസമായി. അപ്പൊ ഡാൻസർ ഓഫ് സീസി നടക്കുക. ഫസ്റ്റ് റൗണ്ടില് ഫോർത്ത് ഇയറിൽ ഒരു സീനിയർ ചേച്ചി ഡാൻസ് കളിക്കുമ്പോൾ തേർഡ് ഇയറിൽ നമ്മുടെ പിള്ളേർ എന്ത് ചെയ്തു, ഇവിടുന്ന് പേപ്പർ വലിച്ചെറിഞ്ഞു. കൂയി. അത് ഇന്നലത്തെ പ്രതികാരം. പക്ഷെ അത് സീനിയേഴ്സ് കളിക്കുമ്പോഴൊക്കെ ഇത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് പിന്നെ മൂന്നാമത്തെ തല്ല് അവിടെ പിന്നെയും പുറപ്പെട്ടു. മൂന്നാമത്തെ തല്ല് പുറപ്പെട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായതല്ലായിരുന്നു. അതായത് നിളയുടെ ബാധിക്കയിൽ കിടന്ന് എംഎച്ചിന് ബാധിക്കൽ കിടന്ന് റോഡിൽ കൂടുള്ള തല്ലായിരുന്നു. ലാസ്റ്റ് പോലീസ് ഒന്നാണ് എല്ലാവരും ഓടി രക്ഷപ്പെടുന്നത്. അപ്പൊ ആ തല്ലിന് നമ്മൾ എക്സ്ക്യൂസ് പറഞ്ഞു. ആ തല്ലിന് എക്സ്ക്യൂസ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പ്രിൻസിപ്പലിന്റെ റൂമിൽ കയറി ഞങ്ങൾ സെനറ്റ് എല്ലാം ഇരുന്ന് അന്ന് ചെയർമാൻ ശ്രീജിത്ത് എല്ലാവരും നിന്ന് ഞങ്ങളുടെ പ്രിൻസിപ്പൽ പറഞ്ഞൊരു വാക്കാണ്, നിങ്ങൾ ആർട്സ് നടത്തിക്കോ. 20 പേരൻസ് തേർഡ് ഇയറിൽ നിന്നും 20 പേരൻസ് ഫോർത്ത് ഇയറിൽ നിന്നും വന്ന് ഫ്രണ്ട് ചെയ്തിട്ട് ആർട്സ് നടത്തിക്കോ. നടക്കുവോ? നമ്മളിന്ന് വെള്ളം കുടിക്കുക. കാര്യം എല്ലാവർക്കും അഡ്വാൻസ് ചെയ്തു, സെലിബ്രിറ്റീസിന് അഡ്വാൻസ് ചെയ്ത് 3 ദിവസത്തേക്ക് സൗണ്ട് സിസ്റ്റത്തിന് കാര്യങ്ങൾ ചെയ്ത് വണ്ടി വന്ന് പുറത്ത് കിടക്കുന്നത്. പക്ഷെ നമ്മളന്ന് എല്ലാം പറഞ്ഞു ഒതുക്കി. കുറെ പേർക്ക് കയറണം എന്നൊക്കെ പറയിച്ചു, കുറെ ഫോർത്ത് ഇയേഴ്സിന്, കുറെ പേർക്ക് ബാനൊക്കെ അങ്ങനെ പറഞ്ഞു. അന്നെങ്കിലും ആർട്സ് നടത്താമെന്നുള്ള രീതി തന്നെ ആയി. അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും തലേ ദിവസം അപ്പോഴാണ് റിക്വസ്റ്റ് എഴുതി ഉച്ചയായപ്പോൾ ക്ലാസ് വിളിച്ചപ്പോൾ ഓഫ് സ്റ്റേജ് ഇവന്റ്സ് പലതും പെൻഡിങ്ങാണ്. പല ഓഫ് സ്റ്റേജ് ഇവന്റ്സുകളും നടന്നിട്ടില്ല. അപ്പം നമ്മൾ ഇവന്റ്സ് എല്ലാം എഴുതി വെച്ച് കഴിഞ്ഞപ്പോൾ നൈസായിട്ട് സെക്കൻഡ് ഇയറിൽ ഒരു പയ്യനും തേർഡ് ഇയറിൽ നമ്മുടെ ഒരു പയ്യനും തമ്മിൽ ഒരു ക്ലാഷ് ആയി. റോഡിന്റെ പ്രശ്നം എടുത്ത് ഇവന്റെ തലക്കിട്ട് ഒരറ്റായി. ആ അടിക്ക് ആർട്സും മുടങ്ങി എന്റെ നെഞ്ചും പൊട്ടി. ആ അവസ്ഥയായി പോയി. കാര്യങ്ങള് വഷളായി. പോലീസുകാരെ വിട്ടു, പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഭയങ്കര പ്രശ്നം. ഞാൻ പിന്നെ മഴയത്ത് കിടന്ന് ഓടുക അവിടെ DSP ഓഫീസിൽ. അപ്പൊ ആരോ ഒരു കഥ പറഞ്ഞു, നമ്മുടെ അവിടെ ഓഫീസിലൊരു കോളേജിലൊരു ഒരു പോസ്റ്റ് ബോക്സ് ഉണ്ട്, അവിടെ കൊണ്ട് ആരോ പോലീസുകാരെ കൊണ്ട് ലെറ്റർ ഇട്ടോ. അപ്പൊ ആരോ പറഞ്ഞു ആർട്സ് മുടങ്ങാനുള്ള എന്തോ ഇട്ടാന്ന് പറഞ്ഞു. അത് നിർത്തി സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓർഡർ ആണെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് അപ്പം വൈകുന്നേരം മത്സാറിനെ കണ്ട് മത്സാറി ചോദിച്ചാ നിനക്ക് ആർട്സ് നടത്തണം, നീ ആർട്സ് നടത്ത്, അടുത്ത വർഷം നീ നടത്തുന്നെങ്കിൽ നടത്താൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ ആർട്സ് നടത്തുന്നില്ല, എന്റെ കൂടെയുള്ള ആരും ഇല്ല, എല്ലാവർക്കും ഓരോ ഇഷ്യൂസ് ആയി, പോലീസ് കേസ് ആയി, പ്രോബ്ലംസ് ആയി. പിന്നെ ആ ഫോർത്ത് ഇയേഴ്സ് ആണെങ്കിൽ കുറെ പേർക്ക് ബാൻ ആയി, സെക്കൻഡ് ഇയേഴ്സ് കുറെ പേർക്ക് ബാൻ ആയി. പിന്നെ അങ്ങനെ ഒരു ഇവന്റ് നമ്മൾ എന്തിനാ നടത്തുന്ന? അപ്പം പിന്നെ ആ ഇവന്റ് നടത്തുന്നില്ല എന്നൊരു മോഡിലേക്ക് മാറി കാര്യങ്ങൾ. ചേട്ടൻ ആ ഒരു ആർട്ട് സെക്രട്ടറി ആവുന്ന ആ ഒരു പ്രോസസ്സിൽ കുറെ കഷ്ടപ്പാടുണ്ടായിരുന്നു. അതായത് ആ ഒരു ആർട്ട് സെക്രട്ടറിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രൊസീജിയേഴ്സ്, ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ടായിരുന്നു? അതുപോലെ ഫ്രണ്ട്സിന്റെ ആ ഒരു ഇന്ററാക്ഷൻ, ഫ്രണ്ട്സിന്റെ സപ്പോർട്ടും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആർട്ട് സെക്രട്ടറി ആവുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കോളേജിൽ പൊളിറ്റിക്സ് ഇല്ലെങ്കിലും ഭയാനകമായ പൊളിറ്റിക്സ് നടക്കുന്നത് തന്നെ നമ്മുടെ കോളേജ്. അതെ, മെയിൻലി സെനറ്റ് വരുമ്പോ സ്വാഭാവികമായിട്ടും എനിക്കൊരു പോസ്റ്റിന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ എന്റെ പോസ്റ്റിലുള്ള എന്താണ് ഇലക്ഷൻ വരുന്നത് മാറ്റി വെക്കും. ഞാൻ എന്താണ് ചലഞ്ചസ് അത് മാറ്റാൻ ഞാൻ ശ്രമിക്കും. അങ്ങനെ സ്വാഭാവികമായിട്ടും അന്ന് സ്പോർട്സ് സെക്രട്ടറി മിന്നാജിന് പ്രത്യേകിച്ച് ഇലക്ഷൻസ് കാര്യങ്ങളൊന്നും വന്നില്ല. അപ്പൊ ആർട്സിനും ഞങ്ങളുടെ GSനും ഒരു തർക്കം ഇങ്ങനെ വന്നു. അപ്പം സ്വാഭാവികമായിട്ടും ലാസ്റ്റ് GSലേക്ക് പോസ്റ്റിലേക്ക് കാര്യങ്ങൾ മാറി ഇലക്ഷൻ. അപ്പം മത്സരിക്കുന്ന രണ്ടുപേരും എന്റെ കൂട്ടുകാരാണ്. ഒരാൾ ഒന്ന് ചോദിച്ച് എടാ എനിക്ക് വോട്ട് ചെയ്യുമല്ലോ, ഞാൻ പറഞ്ഞു ചെയ്തേക്കാം. മറ്റേ ആൾ ഒന്ന് ചോദിച്ചു എനിക്ക് വോട്ട് ചെയ്യുമല്ലോ, ചെയ്തേക്കാം. നമ്മുടെ വിചാരം എന്ന് പറഞ്ഞാൽ ചെറിയ വോട്ടിന് മാറത്തില്ല, നല്ല ലീഡ് വ്യത്യാസത്തിൽ GS വരുമെന്നൊരു പ്രതീക്ഷയാണ്. പക്ഷെ ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പോ 2 വോട്ട്, ലേഡി റെപ്പിന്റെ വോട്ട് ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് തന്നെ വന്നു. അപ്പം ഞങ്ങൾ 2 വോട്ട് ചെയ്തവരാക്കി തന്നെ. പക്ഷെ ഈ വോട്ട് മറിഞ്ഞതും ഒരു വോട്ടിനാണ് GS സ്ഥാനം മാറിയുന്നത്. അപ്പൊ അത് നമ്മുടെ ക്ലാസ്സിലെ വോട്ടാണെന്ന് മനസ്സിലായി. അപ്പൊ ആ ചെയ്ത് ശരിയല്ലല്ലോ. സ്വാഭാവികമായിട്ടും അപ്പം കുറെ കുറ്റങ്ങളും കുറെ പേർക്ക് കലിപ്പായി, കുറെ പേര് മിണ്ടാതായി. പക്ഷെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേരുണ്ട്, അവർ സപ്പോർട്ടായി. പക്ഷെ സ്വാഭാവികമായിട്ട് പിന്നീട് പയ്യെ കാര്യങ്ങളെല്ലാം മാറി മാറി വന്നു. എന്റെ ആർട്സ് നടന്നില്ല. പക്ഷെ ആർട്സ് നടന്നില്ലെങ്കിലും ഒരു കാര്യം നടന്നു. പിന്നെ എന്താണ് ചേട്ടാ അത് നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം എനിക്ക് ഫോർത്ത് ഇയറിൽ മാഗ്നം അങ്ങനെ ടെക് ഫെസ്റ്റ് ആണ്, പ്യൂർ ടെക് ഫെസ്റ്റ് ആണ് മാഗ്നം. അപ്പം നമുക്ക് ആർട്സ് നടത്താൻ പറ്റാത്തൊരു കാരണം അത് സാറ് പറഞ്ഞു നിങ്ങളുടെ കൾച്ചറൽ ഇവന്റ് കൂടെ ചെയ്തോളാൻ പറഞ്ഞു. അപ്പം അതിന്റെ ചാർജ് എനിക്ക് തന്നെ കൾച്ചറൽ ഇവന്റിന്.
അപ്പൊ ഞങ്ങള് നല്ല എല്ലാവരും കൂടെ എനിക്ക് ഫോർത്ത് ഇയർ നല്ല സപ്പോർട്ടായിരുന്നു. നമ്മളെല്ലാം കൂടെ ഒരു ഇന്റർ കോളേജ് കൊറിയൻ നൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. കോളേജ് ബാൻഡും ഡാൻസും എല്ലാമായിട്ട് നല്ല രീതിയിൽ നടത്തി. അതിന് എന്റെ ബാച്ച് നല്ല സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ തേർഡ് ഇയർ ആയിരുന്നപ്പോൾ ഫസ്റ്റ് ഇയർ, ഞാൻ ഫോർത്ത് ഇയർ പഠിച്ചപ്പോൾ അതിന്റെ സെക്കൻഡ് ഇയർ താവളം മറക്കലൊക്കെ പറഞ്ഞ ഹോസ്റ്റലൊക്കെ നമ്മളൊക്കെ നമുക്ക് ഫണ്ട് സെറ്റ് ചെയ്യുന്ന കേസ് ആണെങ്കിലും സ്പോൺസർഷിപ്പ് പിടിക്കാനൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ടായിരുന്നു. അത് വിജയിപ്പിച്ചു. അപ്പൊ ആദ്യത്തെ എല്ലാവരും ചേട്ടന് നമ്മുടെ കോളേജിലേക്ക് ആ ഒരു സമയത്ത് ഇഷ്ടപ്പെട്ട ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഇവന്റിനെ പറ്റി ഒന്ന് സംസാരിക്കാമോ? ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇവന്റും ഇൻട്രസ്റ്റ് ആണ്. പിന്നെ ആ സമയത്ത് നടന്നിട്ടുള്ളതെന്ന് പറയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഫൈനൽ ഇയർ ടൈമില് ഒരു കൊറിയോ നമ്മുടെ നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞൊരു ഇവന്റ് ഉണ്ട്. നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞ ഇവന്റ് ഉണ്ട്. പഴയകാല പാട്ടും പഴയകാല ക്യാരക്ടറും ചെയ്യുന്ന ഒരു ഇവന്റ് ആണ്. നമ്മളുടെ സ്റ്റേജ് ഡാൻസ് കളിക്കുന്ന ഇവന്റ് ആണ്. അപ്പം അതിന് ഹോസ്റ്റൽ വൈസ് ആണ് ഇവന്റ് കൊടുക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഹോസ്റ്റലിൽ പോയി ഞങ്ങൾ ക്യൂബാം എല്ലാവരും കൂടെ ഒരു ഹോസ്റ്റല് ഒരു ടീം, പിന്നെ MH വേറൊരു ടീം, അങ്ങനെ എല്ലാവർക്കും ഡിഫറെന്റ് ഒരു ഹോസ്റ്റൽ വൈസ് നമ്മൾ സ്റ്റേജ് ഡാൻസ് കളിക്കും. അപ്പം നമ്മൾ ഇതിനൊക്കെ ടീം എല്ലാം പ്രിപ്പയർ ചെയ്തു. ഇപ്പൊ 4 ഹോസ്റ്റലും ഓക്കെ ആയി. സ്റ്റേജിൽ കയറി ഫസ്റ്റ് ഇവന്റ് നടന്നു. ഓക്കെ, സെക്കൻഡ് ഞങ്ങളുടെ സ്ലോട്ട് ആയിരുന്നു. അപ്പം ഇതിനകത്ത് ഇപ്പം സ്റ്റേജിൽ എല്ലാവരും നിൽക്കുക. മറ്റേ ശീല നിൽപ്പുണ്ട്, മറ്റേ ഐറ്റം ഡാൻസ്, ഡിസ്കോ ഡാൻസ്, എല്ലാവരും ഉണ്ട് സ്റ്റേജിൽ. അപ്പൊ നമ്മളും കയറി കളി തുടങ്ങി, ഡാൻസ് കളി തുടങ്ങി. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മള് ഡാൻസ് കളിക്കുന്നവരൊക്കെ പിള്ളേർ നല്ല സപ്പോർട്ടാണ്. അപ്പം ഇടക്ക് വെച്ച് ഞങ്ങളുടെ വോയിസ് കട്ടായി. വോയിസ് കട്ടായും ഇവർ ബഹളം ഉണ്ടാക്കിയപ്പം സപ്പോർട്ടിങ് ബഹളം, പക്ഷെ നമുക്ക് പെട്ടെന്ന് കൂവല് കണക്ക് തോന്നി. അപ്പം നമ്മുടെ വിചാരം അപ്പം ചെറിയൊരു പ്രശ്നം ജൂനിയേഴ്സായിട്ട് നടത്തുന്നുണ്ട്, തേർഡീസുമായിട്ട്. അപ്പം നമ്മുടെ വിചാരം അവർ വയറ് ചവിട്ടി കളയണമെന്നൊരു വിചാരമായിരുന്നു. അപ്പം എല്ലാരും സ്റ്റേജിൽ മറ്റേ കോസ്റ്റ്യൂമിന് നിൽക്കുകയാണ്, മറ്റേ ഷർട്ട് പോലും ഇല്ല. ചിലര് മറ്റേ ടൂ പീസൊക്കെ ഇട്ടോണ്ടാണ് നിൽക്കുന്നത്. ക്യാരക്ടേഴ്സ് ആണുങ്ങൾ ആവശ്യമല്ല, കുന്തവും കുടച്ചക്രവും കാലന്റെ വേഷം, രാജാവിന്റെ വേഷം ഒക്കെ ആയിട്ട് നിൽക്കുക. അപ്പം ഇത് പെട്ടെന്ന് ദേഷ്യം വന്ന് സ്റ്റേജിൽ നിന്ന് ചാടി ഇറങ്ങി, കസേരയൊക്കെ പൊക്കി, ആകെ പ്രശ്നമായി, ഇവന്റ് ക്യാൻസലായി. അപ്പൊ ഇതിനകത്ത് നമുക്ക് വിഷമം എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമല്ല, ബാക്കിയുള്ള ഹോസ്റ്റൽ എല്ലാം കോസ്റ്റ്യൂം കെട്ടി നിൽക്കുകയാണ്. അറിയാലോ, ഒരു ലേഡി കോസ്റ്റ്യൂമിൽ കെട്ടുമ്പോൾ ഇത് മാത്രം എഫോർട്ട് എടുത്ത് ഇവന്റ് ക്യാൻസൽ. നമ്മുടെ വിചാരവും ചവിട്ടിക്കളഞ്ഞു എന്നാണ് വിചാരം തന്നെ നമ്മുടെ മനസ്സിൽ. പക്ഷെ ഞങ്ങൾ ഹോസ്റ്റലിൽ വന്ന് ഫയല് ചെക്ക് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ആക്ച്വലി ഇത് മോണോ സ്റ്റീരിയോ ഫയലിന്റെ വേരിയേഷൻ ആണെന്ന് മനസ്സിലായി. നെക്സ്റ്റ് ഡേ പിന്നെ ഞങ്ങൾ പരിപാടി ചെയ്തു. എല്ലാവരോടും സോറി പറഞ്ഞുകൊണ്ട് തന്നെയാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അന്ന് ഒരു ഹോസ്റ്റൽ, ഞങ്ങളുടെ ആ ഒരു ഇത് കാരണം അന്നൊരു ഹോസ്റ്റല് പരിപാടി ചെയ്തില്ല. അവർക്കും ഒരു ക്യാരക്ടറിൽ അവർ കയറി, അവർ പരിപാടി ചെയ്തില്ല. അവർക്ക് ചെയ്യാനും പറ്റിയില്ല. ഞങ്ങൾ ചെയ്തു, ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടി. പക്ഷെ അന്നൊരു ടീമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഒരു ഇൻസിഡന്റ് അന്ന് അവിടെ ആവശ്യമില്ലാതെ ഇങ്ങനെ നടന്നുപോയി. ഇൻസിഡൻസ് ഒരുപാടുണ്ട്. അപ്പൊ താങ്ക് യു സോ മച്ച് ചേട്ടാ, വളരെ സന്തോഷം സംസാരിക്കാൻ പറ്റിയത്. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ. അപ്പോൾ അനന്ത് ചേട്ടൻ്റെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രസകരമായിട്ടുള്ള സ്റ്റോറീസൊക്കെ നമ്മൾ കേട്ടു. വൺസ് അഗൈൻ താങ്ക് യു ഫോർ യുവർ ടൈം. അപ്പം ആർട്സ് ഡേ വരുവാണ്, എല്ലാവരും അടിച്ചു പൊളിക്കുക. ടേക്ക് കെയർ ആൻഡ് കീപ് റോക്കിംഗ്. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ദിസ് ഈസ് RJ Ashwin signing off.